അജിത് പവാർ സഞ്ചരിച്ച വിമാനം തകരുന്നതിൽ ഗൂഢാലോചനയുണ്ടോ? ഉണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഉയരുന്നത്. ആ ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, അജിത് പവാറിന്റെ അനന്തരവനായ രോഹിത് പവാറാണ്. പൂനെയിൽ നിന്ന് കാറിൽ ബരാമതിയിൽ വരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. വാഹന വ്യൂഹം നീങ്ങിത്തുടങ്ങിയതുമാണ്. അതിന് പിന്നാലെയാണ് വാഹനത്തിൽ അജിത് കയറാത്തത്. അത് എന്തുകൊണ്ടെന്നാണ് രോഹിത് പവാറിന്റെ ചോദ്യം. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഈ വിമാന അപകടത്തിന് പിന്നാലെ തന്നെ പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ രാജ്യം കേട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ കഴിയുന്ന ഒരു സോളിഡ് എവിഡൻസ് ഒന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രോഹിത് പവാറിന്റെ ആരോപണത്തിൽ ശ്രദ്ധേയം, അതായത് കാറിൽ പോകാനാണ് തീരുമാനിച്ചത്. ആ വാഹന വ്യൂഹം നീങ്ങിത്തുടങ്ങിയതാണ്. പിന്നെ എന്തിന് പെട്ടെന്ന് അത് വേണ്ട എന്ന് വിചാരിച്ച് യാത്ര മാറ്റുന്നു എന്നുള്ളത്, ആകാശമാർഗമാക്കുന്നു യാത്ര എന്നുള്ള ചോദ്യമുണ്ട്. അതോടൊപ്പം പൈലറ്റിന്റെ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടി. എന്താണ് ആരോപണം? അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ ബസന്ത്? അല്പസമയം മുമ്പ് മുംബൈയിൽ വാർത്താ സമ്മേളനത്തിലാണ് രോഹിത് പവാർ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അജിത് പവാറിന്റെ വിമാന അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. വളരെ നീണ്ട ആ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ ഈ പൈലറ്റുമാരുടെ ഗ്രൂപ്പിൽ വന്ന ചില ചാറ്റുകളുമൊക്കെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രോഹിത് പവാർ ഇക്കാര്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, കാറിൽ യാത്ര ചെയ്ത് പൂനെയിൽ നിന്നും ബരാമതിയിൽ എത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അത് ഒഴിവാക്കി വിമാനത്തിൽ കയറി എന്നുള്ളതാണ്. ആ യാത്രയിൽ ബരാമതിയിൽ ഒരു ഉന്നത നേതാവിനെ കാണാൻ തീരുമാനിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതാരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ രണ്ട് കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹം വിമാനത്തിൽ സഞ്ചരിക്കുന്നു. ആ വിമാനത്തിൻ്റെ പൈലറ്റായി സുമിത് കപൂറിനെ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നത് ആര് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ബരാമതിയിലേക്കുള്ള ഈ യാത്രയ്ക്ക് തൊട്ടു മുമ്പ് ഗുജറാത്തിലെ സൂറത്തിലേക്ക് 3 തവണ യാത്ര നടത്തിയിരുന്നു ഈ വിമാനം. പക്ഷേ അതിനുശേഷം സാങ്കേതിക പരിശോധനകളൊന്നും തന്നെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം. പിന്നെ മറ്റൊരു ആരോപണം പറയുന്നത്, സുമിത് കപൂർ എന്ന് പറയുന്ന പ്രധാന പൈലറ്റ്, അദ്ദേഹത്തിനെതിരെ നേരത്തെയും അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു, ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ്. മദ്യപിച്ച് വിമാനം ഓടിക്കാൻ എത്തിയിരുന്നു എന്നുള്ളൊരു സംശയം സുമിത് കപൂർ പങ്കുവെക്കുന്നുണ്ട്. ഇത് ആദ്യ ദിവസം തന്നെ, അതായത് അപകടമുണ്ടായ ദിവസം തന്നെ സുമിത് കപൂറുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിട്ടുള്ള അന്വേഷണങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് 2023 തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിനെ ഈ പൈലറ്റ് ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു എന്നുള്ള മുൻ വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു എന്നാണ് ഇപ്പോൾ രോഹിത് പവാർ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ അജിത് പവാർ കൊല്ലപ്പെട്ട ദിവസം വൈകിട്ട് ശരത് പവാർ വാർത്താ സമ്മേളനത്തിൽ, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതൊരു മരണം മാത്രമാണ്, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് NCPയുടെ നേതാവും ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന ആളുമായ ശരത് പവാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ രോഹിത് പവാർ ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ ആ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ശരി, ഡൽഹിയിൽ നിന്ന് പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.